ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. വിശ്വാമിത്രനെ ആദരവോടെ സ്വീകരിച്ചു. അതിനുശേഷം നടന്ന കുശല പ്രശ്നങ്ങളുടെ ഇടയിൽ ദശരഥൻ അദ്ദേഹത്തിൻ്റെ ആഗമനോദ്ദേശം എന്താണെന്ന് വിശ്വാമിത്രനോട് ചോദിച്ചു. വിശ്വാമിത്രൻ പറഞ്ഞു, എല്ലാ അമാവാസി നാളും പിതൃദേവാദികളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി എൻ്റെ ആശ്രമത്തിൽ വെച്ച് ചില ഹോമകർമ്മങ്ങൾ നടത്താറുണ്ട്. മാരീചൻ, സുബാഹു തുടങ്ങിയ കുറേ രാക്ഷസന്മാർ അത് പതിവായി മുടക്കുകയാണ്. ഈ നിശാചരന്മാരെ വധിക്കുന്നതിനു വേണ്ടി രാമകുമാരനെ എൻ്റെ കൂടെ അയക്കണം. കേവലം 16 വയസ്സ് മാത്രം പ്രായമുള്ള രാമകുമാരനെ കൊണ്ടുപോയിട്ട് എന്താണ് കാര്യം? ഇതുപോലുള്ള ദുഷ്ടരാക്ഷസന്മാരെ വധിക്കാനില്ലേ? അതുകൊണ്ട് താൻ വരാമെന്ന് ദശരഥൻ പറയുകയാണ്. പക്ഷെ വിശ്വാമിത്രൻ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങേക്ക് പ്രായമായി, മക്കളാണെങ്കിൽ നല്ല കഴിവുള്ളവരുമാണ്. അതുകൊണ്ട് അങ്ങയെ കൊണ്ടുപോകുന്നത് ഉചിതമല്ല. കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുമായി ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ മതിയെന്നും വിശ്വാമിത്രൻ പറഞ്ഞു. ദശരഥൻ ആകെ ധർമ്മസങ്കടത്തിലായി. എന്നാലും ദശരഥൻ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയോട് അഭിപ്രായം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വിശ്വാമിത്രൻ്റെ കൂടെ രാമനെ അയക്കുന്നതിൽ ശങ്കിക്കേണ്ട കാര്യമില്ല. തന്നെയുമല്ല, പല നന്മകളും സിദ്ധിക്കുകയും ചെയ്യും. കൂടെ ലക്ഷ്മണനും കൂടെ ഒരു സഹായത്തിനായി പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ട് ദശരഥന് സമാധാനമായി. എങ്കിലും രാമനെ അയക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം രാമനെ വിശ്വാമിത്രൻ്റെ കൂടെ അയക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ദശരഥൻ രാമനെ വിളിച്ച് വിശ്വാമിത്രനെ പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ കൂടെ പോകണം, വിശ്വാമിത്രൻ എന്തു പറഞ്ഞാലും അത് അതേപടി അനുസരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ് രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രൻ്റെ കൂടെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ 2 കുമാരന്മാരെയും കൂട്ടി സന്തോഷത്തോടെ വിശ്വാമിത്രൻ കാനനമാർഗെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ യാത്രാക്ഷീണം ലഘൂകരിക്കാൻ വേണ്ടി രസമുള്ള പല കഥകളും കുമാരന്മാരെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ശ്രേഷ്ഠന്മാരായ സൂര്യവംശ രാജാക്കന്മാരെ കുറിച്ചുള്ള കഥകളായിരുന്നു അധികവും. അങ്ങനെ പൂർവികന്മാരുടെ മഹൽ കഥകളൊക്കെ കേട്ട് രസിച്ച് ആരണ്യ ലാവണ്യം കണ്ട് ആനന്ദിച്ചു അവർ സരയൂ തീരത്തുകൂടി യാത്ര ചെയ്തുകൊണ്ടിരുന്നു. സരയു ഗംഗ സംഗമ സ്ഥാനത്ത് ഒരു ആശ്രമം കണ്ട് അത് ആരുടേതാണെന്ന് രാമൻ മുനിവരനോട് ചോദിച്ചു. ദക്ഷയാഗത്തിൽ ശിവപത്നിയായ സതീദേവി യോഗാഗ്നിയിൽ ദഹിച്ചതിനു ശേഷം പരമശിവൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന പുണ്യസ്ഥലമാണിത്. ഇവിടെ വെച്ചാണ് സമാധിയിൽ ലയിച്ചിരുന്ന ശർവനെ ഉണർത്തുവാൻ വേണ്ടി കാമദേവൻ മലർബാണങ്ങൾ പൊഴിച്ചത്. മുക്കണ്ണൻ കണ്ണു തുറന്ന് കന്ദർപ്പനെ ചുട്ടുകരിച്ചതും ഇവിടെ വെച്ച് തന്നെയാണ്. അതുമൂലം ഈ സ്ഥലത്തിന് കാമവനം എന്നും ഈ ആശ്രമത്തിന് കാമാശ്രമം എന്നും പേരുകൾ സിദ്ധിച്ചു. യാത്രക്കാരായ മഹർഷികൾക്ക് ഈ ആശ്രമം ഇപ്പോൾ ഒരു വിശ്രമ സങ്കേതമാണ്. അവരങ്ങനെ യാത്ര തുടർന്നു. പോകും വഴി കുമാരന്മാര് ദാഹവുമൊക്കെ ആയിട്ട് ക്ഷീണം ഉണ്ടാകുന്നത് കണ്ട് മഹർഷി വര്യൻ ബല, അതിബല എന്ന 2 അത്ഭുത സിദ്ധിയുള്ള മന്ത്രങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. ആ മന്ത്രങ്ങൾ ജപിച്ചാൽ വിശപ്പും ദാഹവും അനുഭവപ്പെടുകയില്ല. അതാണ് ആ മന്ത്രദ്വയങ്ങളുടെ വൈശിഷ്ട്യം. അങ്ങനെ ഗംഗാ നദി കടന്ന് അവർ അക്കരെ എത്തി. അവിടെ അതിഭയാനകമായ ഒരു വനം കണ്ട് രാമൻ ഇത് ഏതാണ് വനമെന്ന് ചോദിക്കുകയാണ്. വിശ്വാമിത്രൻ പറഞ്ഞു, വൃത്രാസുരനെ വധിച്ചതുമൂലം ഇന്ദ്രന് സംഭവിച്ച ബ്രഹ്മഹത്യാദി പാപത്തിൽ നിന്നും അദ്ദേഹത്തിന് മോചനം ലഭിച്ചത് ഈ സ്ഥലത്ത് വെച്ചാണ്. ഈ പുണ്യസ്ഥലം ധാരാളം തീർത്ഥാടകർ വന്ന് ദർശിച്ചുകൊണ്ടിരുന്നു. ആ കാലത്ത് താടക എന്ന ഒരു ഭയങ്കര രാക്ഷസി ഇവിടെ വരികയും സർവ്വ ജീവജാലങ്ങളെയും നിർദ്ദയം കൊന്നു തിന്നുകയും ചെയ്തു. അതിനുശേഷം അവളെ പേടിച്ച് യാതൊരു ജീവിയും ഇവിടെ പ്രവേശിക്കാറില്ല. താടകയുടെ പൂർവ്വകഥ കൂടി അദ്ദേഹം പറഞ്ഞു. പണ്ട്
സുരക്ഷകൻ എന്ന ഒരു യക്ഷരാജാവുണ്ടായിരുന്നു. അവന്റെ പുത്രനായ സുകേതു അപത്യ ദുഃഖത്താൽ സന്താന ലാഭാർത്ഥം ബ്രഹ്മദേവനെ തപം ചെയ്തു. വിരിഞ്ചൻ പ്രത്യക്ഷപ്പെട്ട് എന്തു വരം വേണമെന്ന് ചോദിച്ചു. 1000 ആനയുടെ ബലമുള്ള ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് അവൻ വരം ആവശ്യപ്പെട്ടു. പക്ഷേ പുത്രൻ എന്ന് പറഞ്ഞപ്പോൾ നാക്കു തെറ്റി പുത്രി എന്നായിപ്പോയി. അതനുസരിച്ച് സഹസ്രവാരണ ബലത്തോടു കൂടിയ ഒരു പുത്രി ഉണ്ടാകട്ടെ എന്ന് വാരിജോത്ഭവൻ വരദാനവും ചെയ്തു. കാലവിളംബമെന്നിയ പുത്രിയും പിറന്നു. അമിത ബലശാലിനിയായി അവൾ വളർന്നു. താടക എന്നവൾക്ക് പേരും നൽകി. അവളെ ജർജരാപുത്രനായ സുന്ദൻ വിവാഹം ചെയ്തു. മാരിജൻ, സുബാഹു എന്ന 2 പുത്രന്മാരും അവൾക്കുണ്ടായി. ഒരിക്കൽ അഗസ്ത്യ മഹർഷിയെ അധിക്ഷേപിച്ചതിന് സുന്ദനെ അദ്ദേഹം ശപിച്ച് ഭസ്മമാക്കി. വിധവയായി തീർന്ന താടക തന്റെ കുട്ടികളോടുകൂടി നേരെ അഗസ്ത്യന്റെ ആശ്രമത്തിലെത്തി. രതിക്രീഡ ചെയ്ത് അദ്ദേഹത്തെ വധിക്കാനായി ശൃംഗാര ചേഷ്ടകൾ കാണിച്ച് മുമ്പോട്ടടുത്തു. അത് കണ്ട് ക്രുദ്ധനായി തീർന്ന മുനി അവളും മക്കളും രാക്ഷസരായി ഭവിക്കട്ടെ എന്ന് ശപിച്ചു. രാവണന്റെ ബന്ധുവർഗത്തിൽ അവളും മക്കളും സ്വീകരിക്കപ്പെട്ടു. ഇത് കേട്ട് രാമചന്ദ്രൻ ലക്ഷ്മണന്റെ കയ്യിൽ നിന്നും തന്റെ വില്ലു വാങ്ങി കുലച്ച് ഒരു ചെറു ഞാണൊലി മുഴക്കി. ആ ഞാണൊലി കേട്ട് ഘോരരൂപിണിയായ ആ നക്തഞ്ചരി ദിഗന്ധങ്ങൾ മുഴങ്ങുമാറ് അലറി അട്ടഹസിച്ചുകൊണ്ട് ആ കാടിനുള്ളിൽ നിന്നും അവരുടെ സന്നിധിയിലേക്ക് പാഞ്ഞെടുത്തു. ആ നിശാചരിയെ കൊന്നുകളയാൻ വിശ്വാമിത്രൻ കൽപ്പിച്ചു. രാമൻ ചോദിച്ചു, മുനീശ്വര, അവൾ ഒരു സ്ത്രീയല്ലേ? സ്ത്രീവധം നിഷിദ്ധമാണെന്നാണല്ലോ വേദശാസ്ത്രങ്ങൾ ഘോഷിക്കുന്നത്. വിശ്വാമിത്രൻ പറഞ്ഞു, ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവുമാണ് രാജധർമ്മം. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ നോക്കാറില്ല. പോരെങ്കിൽ ഇത് കുമാരൻ സ്വമേധയാ ചെയ്യുന്നതല്ല, എൻ്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. അതിന് പാപമുണ്ടെങ്കിൽ അത് എന്നിലായിരിക്കും നിപതിക്കുന്നത്. ശാപം കൊണ്ട് എനിക്ക് അവളെ നിഗ്രഹിക്കാൻ കഴിയും. പക്ഷേ ദുഷ്ടനിഗ്രഹം മഹർഷികൾ ചെയ്യേണ്ടതല്ല, അത് ചെയ്യേണ്ടവർ രാജാക്കന്മാരാണ്. അത് മറികടന്ന് മഹർഷികൾ പ്രവർത്തിച്ചാൽ അത് അവർക്ക് തന്നെ ദോഷമായി പരിണമിക്കും. അതുകൊണ്ട് ഒട്ടും സംശയിക്കേണ്ട. അതാ അവൾ അടുത്തു വരുന്നു, അവളെ വധിച്ചുകൊള്ളുക. രാമബാണമേറ്റ് നിശാചരി ചത്തുമറിഞ്ഞ് നിലത്തു വീണു. അവളുടെ മുറിവിൽ നിന്നും ചീറ്റിയൊഴുകിയ രുധിരപൂരം ആ വിപിനത്തിലൊരു ചെഞ്ചോര പുഴ തന്നെ സൃഷ്ടിച്ചു. താടക മരിച്ചു വീണതോടുകൂടി ശാപവിമുക്തയായി ഭവിച്ച സൂക്ഷ്മ ശരീരണിയായ യക്ഷി സർവാഭരണ വിഭൂഷിതയായി രാമചന്ദ്രന്റെ കാലിണകളിൽ വീണ് വാഴ്ത്തി സ്തുതിച്ച് ഗന്ധർവലോകം പോകി. വിശ്വാമിത്രൻ കുമാരന്മാരെ അനുഗ്രഹിച്ചു. അസ്ത്രവിദ്യയിൽ നിങ്ങളെ ജയിക്കാൻ ത്രിലോകങ്ങളിലും ആരും കാണുകയില്ല. നിങ്ങൾ അയക്കുന്ന അമ്പുകൾ ഒരിക്കലും പാഴാകുകയുമില്ല എന്ന് ഉള്ളു നിറഞ്ഞ വാത്സല്യത്തോടെയാണ് അദ്ദേഹം രണ്ടുപേരെയും അനുഗ്രഹിച്ചത്. യാത്ര തുടർന്നു. പിറ്റേ ദിവസം അവർ ഗോമതി നദിയുടെ സംഗമ സ്ഥാനത്തെത്തി. ആ പുണ്യ നദിയുടെ ഉത്ഭവം എങ്ങനെയാണെന്ന് അറിയാമോ എന്ന് വിശ്വാമിത്രൻ ചോദിച്ചു. അറിയാൻ ആഗ്രഹമുണ്ടെന്ന് രാമനും പറഞ്ഞു. വിശ്വാമിത്രൻ പറഞ്ഞു, എൻ്റെ പിതാമഹനായ കുശനാഭന് സുന്ദരാംഗികളായ 100 പുത്രിമാർ ഉണ്ടായിരുന്നു. അവരെ പത്നിമാരാക്കാൻ പവനദേവൻ ആഗ്രഹിച്ചു. പിതാമഹൻ അത് സമ്മതിച്ചില്ല. തന്മൂലം പവനദേവൻ ആ മഞ്ജുളാംഗികളെ വിരൂപിണികളാക്കി തീർത്തു. വായുഭഗവാന്റെ ഈ ധിക്കാരം കണ്ടു കുപിതനായ കുശനാഭൻ ആ 100 കന്യകമാരെയും ബ്രഹ്മദത്തൻ എന്ന മാമുനിപ്രവരന് ദാനം ചെയ്തു. വികൃത രൂപിണികളായിരുന്ന ആ കുമാരിമാർ ബ്രഹ്മദത്തന്റെ വരപ്രസാദത്താൽ സുഹൃതിനികളും സുന്ദരികളുമായി തീർന്നു. പുത്രസന്താനം ഇല്ലാതിരുന്ന കുശനാഭൻ തൽക്കാര്യ സാധ്യത്തിനു വേണ്ടി ഒരു യാഗം നടത്തി. അതിന്റെ ഫലമായി എൻ്റെ പിതാവായ ഗാധി എന്ന പുത്രൻ അദ്ദേഹത്തിനുണ്ടായി. ഗാധിക്ക് ഞങ്ങൾ 2 മക്കൾ ജനിച്ചു. ഞാനും എൻ്റെ സഹോദരിയായ സത്യവതിയും. അവളെ കൗശികി എന്നും പറയും. കൗശികിയെ ഭൃഗുപുത്രനായ ഋജീകൻ പരിഗ്രഹിച്ചു. ആ ദമ്പതികളുടെ പുത്രനാണ് ജമദഗ്നി മുനി, ഭാർഗവരാമന്റെ പിതാവ്. ഒരിക്കൽ ഋജീകൻ ബ്രഹ്മദേവനെ തൃക്കൺ പാർക്കുവാനായി സത്യലോകത്തേക്ക് പുറപ്പെട്ടു. ഭർതൃവിരഹം സഹിക്കാൻ കഴിയാതെ പുത്രനായ ജമദഗ്നിയോട് പോലും പറയാതെ കൗശികി ഋജീകനെ അനുഗമിച്ചു. മാർഗമധ്യ മഹർഷി പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ പത്നി തന്നെ അനുഗമിക്കുന്നതായി കണ്ട് രോഷാകുലനായി, ഇഷ്ടം പോലെ ഗമിക്കുന്ന നീ ഇഷ്ടം പോലെ ഒഴുകുന്ന ഒരു നദിയായി തീരട്ടെ എന്ന് ശപിച്ചു. ആ ശാപം നിമിത്തം സത്യവതിയായ കൗശികി ഗോമതി എന്ന ഈ പുണ്യമന്ദാകിനിയായി തീർന്നു. വാസ്തവം ചിന്തിച്ചാൽ ഈ നദി എൻ്റെ സഹോദരിയാണ്. ഈ ഗോമതി സരയു സംഗമസ്ഥാനം ഒരു പുണ്യതീർത്ഥമായി പരിഗണിക്കപ്പെട്ടു വരുന്നു. അങ്ങനെ അവർ നടന്ന് ആശ്രമ വാടത്തിലെത്തി.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സിദ്ധാശ്രമം പണ്ടു മുതൽക്കേ പുണ്യോത്കർഷം തികഞ്ഞ ഒരു മുനിവാടമാണ്. വിഷ്ണു ഭക്തോത്തമനായ പ്രഹ്ലാദന്റെ പൗത്രനാണല്ലോ മഹാബലി. അദ്ദേഹം 3 ലോകത്തിലും തന്റെ ആധിപത്യം സ്ഥാപിച്ച് ധർമ്മശർമ്മങ്ങളോടും ക്ഷേമൈശ്വര്യങ്ങളോടും കൂടി മഹാമന്നനായി വാഴുന്ന കാലത്ത് തന്റെ ഇന്ദ്രപദം നശിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ട് ജിഷ്ണു വിഷ്ണുദേവനെ പ്രാർത്ഥിച്ച പുണ്യസ്ഥലം ഇതാണ്. കശ്യപ പ്രജാപതി പ്രിയപത്നിയായ അദിതിയും ഒരുമിച്ച് വിഷ്ണു തങ്ങളുടെ പുത്രനായി അവതരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തപം ചെയ്ത പുണ്യസ്ഥലവും ഇതാണ്. 3 അടിയാൽ 3 ലോകവും അളന്നു വാങ്ങി ഇന്ദ്രന് ദാനം ചെയ്ത വാമനമൂർത്തി വന്ന് തപസ്സിരുന്നതും ഈ ആശ്രമത്തിലാണ്. ശുക്രമഹർഷിയും ഈ പുണ്യാശ്രമത്തിൽ വന്ന് തപസ് ചെയ്തിട്ടുണ്ട്. ഇപ്രകാരം പുണ്യപ്രദമായ ഈ സിദ്ധാശ്രമത്തിലാണ് ഞാനും യാഗം നടത്താൻ ഒരുങ്ങുന്നത്. 6 ദിവസമാണ് യാഗത്തിന്റെ കാലാവധി. സുന്ദരഗാത്രന്മാരായ 2 കുമാരന്മാരും ഒരുമിച്ച് ഗുരുനാഥൻ വരുന്നത് കണ്ട ശിഷ്യന്മാർ അവരെ എതിരേറ്റ് സ്വീകരിച്ചു. അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം അവർ ഗംഗാ സ്നാനത്തിനായി പുറപ്പെട്ടു. അപ്പോൾ ഗംഗയുടെ ഉത്ഭവത്തെ സംബന്ധിച്ചുള്ള കഥകൾ സാന്ദർഭികമായി ഗാധിതനയൻ ദശരഥ നന്ദനന്മാരെ പറഞ്ഞു കേൾപ്പിച്ചു. പർവ്വത രാജാവായ ഹിമവാന് ഗംഗയെന്നും ഉമയെന്നും 2 പുത്രിമാർ ഉണ്ടായിരുന്നു. മഹാമേരുവിന്റെ മകളായ മേനകയാണ് ഹിമവാന്റെ പത്നി. അവരുടെ പുത്രനായ മൈനാകം ഇന്ദ്രനെ പേടിച്ച് ഇപ്പോഴും ആഴിയുടെ അടിത്തട്ടിൽ ഒളിച്ചു കിടക്കുകയാണ്. പർവ്വതങ്ങൾക്ക് പണ്ട് ചിറകുകൾ ഉണ്ടായിരുന്നു. ഉംബർഗോൻ തന്റെ ഉഗ്രമായ വജ്രായുധത്താൽ പർവ്വത പക്ഷങ്ങൾ അറുക്കാൻ തുടങ്ങിയപ്പോഴാണ് കൊച്ചു മൈനാക ശൈലം പേടിച്ച് പറന്ന് സമുദ്രാന്തർഭാഗത്ത് പോയി ഒളിച്ചത്. ഹിമവാന്റെ 2 പുത്രികളിൽ ഗംഗയെ ദേവന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർക്കായി ദാനം ചെയ്തു. 2ാമത്തെ പുത്രിയായ ഉമ കഠിന തപം ചെയ്ത് ശർവന്റെ സർവസ്വവുമായ ധർമ്മപത്നിയായും തീർന്നു. അവളാണ് പാർവതി. നാഗലോകത്തു നിന്നും ഗംഗയെ പിന്നീട് ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് നിങ്ങളുടെ പൂർവികനായ ഭഗീരഥനാണ്. വിശ്വാമിത്രൻ താൻ ആരംഭിക്കാൻ പോകുന്ന യാഗത്തെക്കുറിച്ച് കുമാരന്മാരോട് സംസാരിച്ചു. പലതവണയും ഞാൻ യാഗം തുടങ്ങിയെങ്കിലും ഒരു തവണയെങ്കിലും രാക്ഷസന്മാർ അത് മുഴുമിപ്പിച്ചിട്ടില്ല. യജ്ഞധൂമം ആകാശത്തിൽ കണ്ടാൽ ഉടൻ അവർ അന്തരീക്ഷത്തിൽ നിന്നും രക്തവും മാംസവും വർഷിച്ച് യാഗകർമ്മങ്ങൾ അശുദ്ധപ്പെടുത്തുകയാണ് പതിവ്. അങ്ങ് ഒട്ടും തന്നെ വിഷമിക്കേണ്ട, ഉടൻ തന്നെ ദീക്ഷ ആചരിച്ച് യാഗം ആരംഭിച്ചു കൊള്ളുക. രാമൻ ധൈര്യപ്പെടുത്തി. അതനുസരിച്ച് അടുത്ത ദിവസം തന്നെ വിശ്വാമിത്രൻ വിധിപ്രകാരം യജ്ഞം ആരംഭിച്ചു. ഹോമപ്പുക ആകാശത്തിൽ പരന്നതോടുകൂടി മാരീചൻ, സുബാഹു, താടകയുടെ മക്കളാണ് ഇവര് തുടങ്ങിയ രക്ഷോവരന്മാർ നഭോവീതിയിൽ നിന്ന് മലിന വസ്തുക്കൾ വർഷിച്ച് യാഗം അശുദ്ധമാക്കാൻ തയ്യാറായി. അത് കണ്ട് രാഘവൻ ഒരു വാനവാസ്ത്രം പ്രയോഗിച്ച് മാരീചനെ അസ്ത്രപ്രജ്ഞനാക്കി 100 യോജന അകലത്തിൽ തെറിപ്പിച്ചു. അനന്തരം ഒരു ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് സുബാഹുവിനെ ആകാശത്ത് വെച്ച് തന്നെ കത്തിയെരിച്ച് ചാമ്പലാക്കി. ബാക്കിയുള്ള രാക്ഷസന്മാരെ വായവ്യാസ്ത്രത്താൽ സൗമിത്രയും കൊന്നൊടുക്കി. യാതൊരു അമംഗളവും കൂടാതെ യാഗം നിർവിഘ്നം നടന്നു. 6ാം ദിവസം അത് ശുഭമായി പൂർത്തിയാകുകയും ചെയ്തു. കൗശികനും മുനിഗണങ്ങളും ദശരഥ നന്ദനന്മാരെ അനുമോദിച്ച് ആശ്ലേഷിച്ച് വേണ്ട ആശീർവാദങ്ങൾ നൽകി അനുഗ്രഹിച്ചു. പിന്നീടവർ മിഥിലയിൽ ജനക രാജകൊട്ടാരത്തിൽ ആരംഭിച്ചിരിക്കുന്ന ധനുർയാഗം കാണുവാനായി പുറപ്പെട്ടു. മഹാദേവനാൽ ദാനം ചെയ്യപ്പെട്ട ത്രയംബകം എന്നൊരു വലിയ ഭാരമേറിയ വില്ല് അവിടെയുണ്ട്. ഒരാൾക്കോ 100 പേർക്കോ അതൊന്ന് എടുത്തു പൊക്കാൻ പോലും സാധ്യമല്ല. ആ ശൈവ ശരാസനമെടുത്ത് കുലയ്ക്കുന്നവനാണ് ജനകപുത്രിയായ സീതയുടെ ഭർതൃസ്ഥാനത്തിന് അർഹൻ. അതാണ് രാജശാസനം. അങ്ങനെ അവർ മിഥിലയിലേക്ക് യാത്ര തിരിച്ചു. യാത്രാമധ്യേ വിജനവും ഭയാനകവും എന്നാൽ ശാന്തസുന്ദരവുമായ ഒരു ജീർണിച്ച ആശ്രമം കണ്ട് അത് ആരുടേതാണെന്ന് രഘുകുമാരൻ ചോദിച്ചു. കൗശികൻ പറഞ്ഞു, ഇത് ഗൗതമ മഹർഷിയുടെ ആശ്രമമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല, വീണ്ടും തപസ്സിന് പോയിരിക്കുകയാണ്. അദ്ദേഹം ഈ ആശ്രമത്തിൽ ധർമ്മപത്നിയായ അഹല്യയും ഒരുമിച്ച് താമസിച്ചു വന്നിരുന്നു. രൂപലാവണ്യം തികഞ്ഞ ഒരു തരുണീ തല്ലജമായിരുന്നു അഹല്യ. യൗവനം ഒരിക്കലും ക്ഷയിക്കുകയില്ലെന്നുള്ള ഒരു വരവും അവൾക്കുണ്ട്. മുൽഗലൻ എന്ന പാഞ്ചാല രാജാവിന്റെ പുത്രിയായിരുന്ന ആ സുന്ദരാംഗിയെ ഗൗതമ താപസൻ വിവാഹം കഴിച്ചു. അഹല്യയുടെ അനിതര സാധാരണമായ അഴക് ഒരിക്കൽ ആകാശ സഞ്ചാര വേളയിൽ അമരനാഥൻ കണ്ടു മോഹിച്ച് മന്മഥ പരവശനായി താഴെയിറങ്ങി
അഹല്യ അപ്പോൾ ആശ്രമ മലർവാടിയിൽ നിന്ന് പുഷ്പങ്ങൾ ശേഖരിക്കുകയായിരുന്നു. ഇന്ദ്രനുമായി നടന്ന ശൃംഗാര സംഭാഷണത്തിൽ ആ ഋഷിപത്നിയുടെ തളിർ മാനസമൊന്നിളകി. അന്നു മുതൽ അഹല്യയും അമരനാഥനും തമ്മിൽ വല്ലപ്പോഴും ഗൗതമനറിയാതെ സമാഗമങ്ങൾ നടത്തി വന്നിരുന്നു. ആ നിഗൂഢ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ബാലിസുഗ്രീവന്മാർ എന്ന 2 വാനര ബാലന്മാരെ വളർത്തുവാൻ ഇന്ദ്രൻ അവളെ ഭാരമേൽപ്പിച്ചു. കാലം കുറെ കഴിഞ്ഞു. അതിനിടയിൽ ഗൗതമന് അഹല്യയിൽ ശതാനന്ദൻ എന്ന ഒരു പുത്രനും ജാതനായി. കാലാന്തരത്തിൽ ശതാനന്ദൻ മിഥിലയിൽ ജനകന്റെ പുരോഹിതനായി തീർന്നു. അക്കാലത്തൊരു ദിവസം അർദ്ധരാത്രി സമയത്ത് പുരന്ദരൻ ഈ ആശ്രമവാടത്തിൽ വന്നു. അപ്പോൾ ഉടജത്തിൽ ഗൗതമൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്നും അകറ്റുവാൻ വേണ്ടി കോഴി കൂവുന്ന ശബ്ദം ഇന്ദ്രൻ പുറപ്പെടുവിച്ചു. നേരം വെളുക്കാറായി എന്ന് വിചാരിച്ച ഗൗതമൻ ധൃതിയിൽ എഴുന്നേറ്റ് ഗംഗാ സ്നാനത്തിനായി പുറപ്പെട്ടു. ആ തക്കം നോക്കി ശതമഖൻ അകത്ത് കടന്നു. മന്ദാകിനി തീരം പ്രാപിച്ച മുനി ഗംഗയുണർന്നില്ലെന്നും സ്നാനത്തിനുള്ള സമയമായില്ലെന്നും കോഴി കൂവിയത് സമയക്കേടിലാണെന്നും ധരിച്ചുകൊണ്ട് തിരിച്ച് ആശ്രമത്തിലേക്ക് വന്നു. കാണാൻ പാടില്ലാത്ത കാഴ്ചയാണ് അദ്ദേഹം അപ്പോൾ ആശ്രമത്തിൽ കണ്ടത്. പെട്ടെന്ന് കോപാന്തനായി അഹല്യയെ അദ്ദേഹം ശപിച്ചു. പാതിവൃത്യം ബലി കഴിച്ച പാപിഷ്ടയും ദുരാചാരിയുമായ നീ വികാരരഹിതയായ ഒരു പാറയായി തീരട്ടെ. വെയിലും മഴയും മഞ്ഞുമേറ്റ് ദീർഘകാലം നീ ഒരു കരിങ്കല്ലായി ഇവിടെ കിടക്കുക. ഈ ആശ്രമത്തിൽ ഒരു ജീവി പോലും ഇനി കാണപ്പെടുകയില്ല. ഇത് ഒരു ശൂന്യപ്രദേശമായി തീരട്ടെ. ഇന്ദ്രനെയും അദ്ദേഹം ശപിച്ചു. സുചരിതകളായ സതീമണികളുടെ ചാരിത്രം കൊള്ള ചെയ്തും സുകൃതികൾ നടത്തുന്ന യാഗാദി സൽക്കർമ്മങ്ങൾക്ക് മുടക്കം വരുത്തിയും അധമനായും മൂഢനായും വർത്തിക്കുന്ന നീ ആര് കണ്ടാലും അറപ്പും വെറുപ്പും തോന്നത്തക്കവണ്ണം സർവാംഗം പരിഹാസ്യമായ വിധം ലിംഗങ്ങൾ ഉള്ളവനായും തീരട്ടെ എന്ന് ജളനായി നിന്ന ജംഭാന്തകനെയും അദ്ദേഹം ശപിച്ചു. അഹല്യ ശാപമോചനത്തിനായി കേണു. ദശരഥപുത്രനായി പിറക്കുന്ന ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശമേൽക്കുവാൻ ഒരു അവസരം സിദ്ധിക്കുമെങ്കിൽ അന്ന് ശാപമോചനം ഭവിക്കുമെന്ന് അദ്ദേഹം അഹല്യയെ അനുഗ്രഹിച്ചു. ഇന്ദ്രനും ശാപമോക്ഷത്തിനായി സാഷ്ടാംഗം നമസ്കരിച്ചു. 3 വർഷം സഹസ്രലിംഗനായി പരിഹാസ പാത്രമായി സ്ത്രീസംഘരഹിതനായി കഴിഞ്ഞുകൂടിയതിനു ശേഷം ലിംഗങ്ങളുടെ സ്ഥാനങ്ങളിൽ അക്ഷികളുണ്ടായി നീ സഹസ്രാക്ഷനായി തീരുമെന്ന ശക്രനും അദ്ദേഹം ശാപമോക്ഷം നൽകി. അനന്തരം വിശ്വാമിത്രൻ പറഞ്ഞു, കുമാര നോക്കൂ, കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ കാണുന്ന ആ കരിമ്പാറ വിഗ്രഹമാണ് അഹല്യ. അങ്ങയുടെ പൊൽപാദങ്ങൾ ആ പാറയിലൊന്ന് അർപ്പിക്കൂ. അവൾക്ക് ശാപമോക്ഷം ലഭിക്കട്ടെ. രാമൻ പറഞ്ഞു, എന്നേക്കാൾ എത്രയോ പ്രായമേറിയ ഒരു സ്ത്രീയുടെ ശിലാവിഗ്രഹത്തിൽ കേവലം ഒരു ബാലനായ ഞാൻ എങ്ങനെയാണ് ചവിട്ടുന്നത്? അത് ധർമ്മമാണോ? വിശ്വാമിത്രൻ പറഞ്ഞു, പ്രഭോ രാമചന്ദ്ര, അങ്ങ് ആരാണെന്ന് ഈ ഭക്തദാസൻ അറിയുന്നുണ്ട്. എന്നെയും നെന്തിരുവടി മായയാൽ മയക്കാൻ തുടങ്ങുകയാണോ? അരുണാരുണ പ്രഭയെ വെല്ലുന്ന ഒരു തൂമന്ദഹാസം പൊഴിച്ചുകൊണ്ട് ദാശരഥി ഗാന്ധി നന്ദനാൽ അനുഗതനായി അല്പം നടന്ന് തൻ്റെ തൃപ്പാദങ്ങൾ ഉയർത്തി ആ ശിലയെ ഒന്ന് സ്പർശിച്ചു. അത്ഭുതം! സുന്ദരാംഗിയായ ഒരു അങ്കനാരത്നം. അഹല്യ സജീവ പ്രാണനോടുകൂടി എഴുന്നേറ്റ് ജഗൽപതിയായ രഘുപതിയുടെ കഴലിണകളിൽ വീണ് ദണ്ഡനമസ്കാരം ചെയ്ത് രാമമഹിമയെ വാഴ്ത്തി സ്തുതിച്ചു. ഭക്തോത്തമയായ അഹല്യ മാനുഷരൂപത്തിൽ ചാപബാണ തൂണീരങ്ങളും ധരിച്ച് പ്രസന്നാസ്യനായി നിൽക്കുന്ന രാമചന്ദ്രനിൽ സാക്ഷാൽ വൈഷ്ണവ മഹാദ്രൂപം മുഴുവനും ദർശിച്ചു. ശംഖുചക്ര ഗദാപത്മങ്ങൾ അണിഞ്ഞ് 4 തൃക്കരങ്ങളും മണിരത്ന മകുടവും മകരകുണ്ഡലങ്ങളും കൗസ്തുഭഹാരവും ശ്രീവത്സാങ്കിത വക്ഷസ്സും ഇന്ദ്രനീല കല്ലൊത്ത പൂമേനിയും പീതവർണ്ണ ശോഭിതമായ വസനവും എല്ലാം അവൾ കണ്ടു. പക്ഷേ നിമിഷ നേരം കൊണ്ട് ആ ദിവ്യാകൃതി അവളുടെ ഹൃദയാർപ്പണത്തിൽ നിന്നും മാഞ്ഞു പോകുകയും ചെയ്തു. അഹല്യ വീണ്ടും വീണ്ടും രാമപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഭദ്രേ, എഴുന്നേൽക്ക. നീ പാപവിമുക്തയും ശാപവിമോചിനിയുമായി കഴിഞ്ഞിരിക്കുന്നു. വിശ്വാമിത്രൻ അനുഗ്രഹിച്ചു. അഹല്യയ്ക്ക് ശാപമോചനം ലഭിച്ചു എന്ന് ദിവ്യദൃഷ്ടിയാൽ അറിഞ്ഞ് ഗൗതമൻ ആഗമിച്ച് അവളെ സ്വീകരിച്ചു. മിഥിലയിൽ നിന്നും ശതാനനനും അപ്പോൾ വന്ന് അമ്മയെ കണ്ട് വന്ദിച്ചു. വിദേഹ രാജ്യത്തെ രാജാവായ ജനകനും പത്നിയായ മഹാരാജ്ഞിയും മക്കളില്ലാതെ അപത്യ ദുഃഖം അനുഭവിക്കുന്ന ദമ്പതികളായിരുന്നു. ഒടുവിൽ പുരോഹിതന്മാരായ മഹർഷികളുടെ ഉപദേശപ്രകാരം ഒരു യാഗം നടത്താൻ ജനകൻ തീരുമാനിച്ചു.
അങ്ങനെ നദീതീരത്തുള്ള ഒരു വിജന പ്രദേശമാണ് യാഗശാല നിർമ്മിക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. അതിനുവേണ്ടി ആ യാഗഭൂമി സമനിരപ്പാക്കാൻ വേണ്ടി ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഉഴവുചാലിൽ ദിവ്യപ്രഭ തിളങ്ങുന്ന ഒരു പെൺകുഞ്ഞ് കിടക്കുന്നതായിട്ട് കാണപ്പെട്ടു. അങ്ങനെ ദൈവം തന്ന തങ്കപ്പൊൻനിധിയാണെന്ന് സങ്കല്പിച്ച് തീർത്ഥം തളിച്ച് ജനകൻ ആ പൈതലിനെ കയ്യിലെടുത്ത് ആനന്ദവാരിധിയിൽ മുഴുകി തൻ്റെ പ്രിയ പത്നിയെ ഏൽപ്പിച്ചു. സീതയിൽ നിന്ന്, അതായത് ഉഴവുചാലിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് ആ ശിശുവിന് സീത എന്ന് നാമകരണം ചെയ്തു. ലോകത്തിലുള്ള സർവ്വ സൗന്ദര്യ സഞ്ചയങ്ങളുടെയും സാരാംശങ്ങൾ സമഞ്ജസമായി ഒത്തിണങ്ങിയ ഒരു അലൗകിക കോമള രൂപിണിയായിരുന്നു അവൾ. വാർത്തിങ്കൾ കല പോലെ അവൾ നാൾതോറും വളർന്നു. ആ കുമാരിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ജനകന്റെയും പത്നിയുടെയും ഹൃദയാനന്ദ ലതികയും തഴച്ചു വളർന്നുകൊണ്ടിരുന്നു. ഒരു രാജകുമാരിക്ക് വേണ്ട സർവ്വവിദ്യകളും വിദഗ്ധരും വിമലചിത്തരുമായ ഗുരുനാഥന്മാരിൽ നിന്നും ആ കന്യക ഗ്രഹിച്ചു. അങ്ങനെ സർവർക്കും സന്തോഷപ്രദായിനിയായ മഹാലക്ഷ്മിയെ പോലെ സീത മിഥിലാപുരി കൊട്ടാരത്തിൽ വിളങ്ങി പ്രകാശിച്ചു. രാവണ സ്പർശത്താൽ അശുദ്ധയായി ഭവിച്ച വേദവതി യോഗാഗ്നിയിൽ സ്വയം ജഡം ആഹൂതി ചെയ്ത് പാലാഴിമാതിൽ വിലയം പ്രാപിച്ച് സാക്ഷാൽ മഹാലക്ഷ്മിയായി തീർന്ന് ചെന്താമരാക്ഷന്റെ കാന്തയാകുവാനും ദശകന്ധര നാശത്തിന് കാരണഭൂതയാകുവാനും വേണ്ടി അയോനിജയായി പിറന്നിരിക്കുകയാണെന്നുള്ള ദേവരഹസ്യം ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ വിശ്വാമിത്രൻ തൻ്റെ ദിവ്യദൃഷ്ടിയാൽ ഭൂതഭാവി സംഭവങ്ങൾ സർവം അറിയുന്നവനായതുകൊണ്ടാണ് രാമചന്ദ്രനെയും കൂട്ടിക്കൊണ്ട് മിഥിലാപുരിയിലേക്ക് പുറപ്പെട്ടത്. അഹല്യയ്ക്ക് ശാപമോചനം കൊടുപ്പിക്കണം, അതും അദ്ദേഹത്തിൻ്റെ നിശ്ചയങ്ങളിൽ ഒന്നായിരുന്നു.